ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികൾ എഴുതിയ രാമായണ തത്വം ആരണ്യകാന്ഡം. അക്കാലത്ത് ദണ്ഡകാരണ്യത്തിൽ ജനസ്ഥാനമെന്ന സ്ഥലത്ത് ശൂർപ്പണഖയെന്ന് പ്രസിദ്ധയും ഭയങ്കരിയുമായ ഒരു രാക്ഷസി താമസിച്ചു വന്നിരുന്നു. അവൾ മിക്കപ്പോഴും ആ കാനനത്തിൻ്റെ പല വശങ്ങളിലുമായി ചുറ്റിസഞ്ചരിച്ചും വന്നിരുന്നു. ഒരിക്കൽ അവൾ ഗോദാവരി തീരത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കെ നനവുള്ള മണൽ പ്രദേശത്ത് ഭഗവാന്റെ കാൽപ്പാടുകൾ പതിഞ്ഞ് കാണാനിടയായി. താമര, വജ്രം, തോട്ടി തുടങ്ങിയ ദിവ്യ രേഖകളോടുകൂടിയ അത്യന്ത സുന്ദരമായ കാലടികൾ കണ്ടപ്പോൾ സ്വതവേ തന്നെ കാമാവിഷ്ടയായ ശൂർപ്പണഖ കാമവികാരം കൊണ്ടാർത്തയായി. ഈ കാലടികളുടെ ഉടമസ്ഥനെ കണ്ട് അവനുമായൊന്ന് രമിച്ചേ കഴിയൂ എന്ന് ദൃഢമായി തീർച്ചപ്പെടുത്തി. കേവലം കാലടികൾക്ക് തന്നെ ഇത്രത്തോളം സൗന്ദര്യമുണ്ടെങ്കിൽ പിന്നെ മറ്റ് അവയവങ്ങൾക്കെല്ലാം എത്രയുണ്ടാവില്ല. ഇതായിരുന്നു ശൂർപ്പണഖയുടെ നിഗമനം. ഏതായാലും കാലടി പാടുകളെ തന്നെ പിന്തുടർന്ന് ചെന്ന് ക്രമേണ രാമാശ്രമത്തിൽ എത്തിച്ചേർന്നു. വികൃതവും ബീഭത്സവുമായ രാക്ഷസി സ്വരൂപമാണ് തനിക്കുള്ളതെങ്കിലും കൃത്രിമ പ്രകടനങ്ങളെ കൊണ്ട് അതൊക്കെ മറച്ച് നല്ല സുന്ദരീ രൂപത്തിൽ ശരീരത്തെ മോടി പിടിപ്പിച്ചാണ് ശൂർപ്പണഖ ചെന്നിരിക്കുന്നത്. അവിടെ ശ്രീരാമ ലക്ഷ്മണന്മാരെയും സീതാദേവിയെയും കണ്ടു. ശ്രീരാമനെ കണ്ടപ്പോൾ തന്നെ പ്രസ്തുത കാലടി പാടുകൾ അദ്ദേഹത്തിൻ്റെ തന്നെയെന്ന് പൂർണ്ണ ബോധ്യമായി. ശ്രീരാമസ്വരൂപം കണ്ടപ്പോൾ തന്നെ രാക്ഷസി മോഹിച്ച് പരവശയായി. ഏതായാലും ശ്രീരാമൻ്റെ അടുക്കൽ ചെന്ന് വർത്തമാനങ്ങളൊക്കെ ചോദിച്ചു. ഭഗവാൻ തൻ്റെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. തൻ്റെ ചരിത്രം ശൂർപ്പണഖയും വിവരിച്ചു. ത്രൈലോക്യ ചക്രവർത്തിയായ രാവണൻ്റെ സഹോദരിയാണ് താനെന്നും ശൂർപ്പണഖ എന്നാണ് പേരെന്നും ഇവിടെ ജനസ്ഥാനത്താണ് താമസമെന്നും തൻ്റെ ഒന്നിച്ച് സോദരനും മഹാശക്തനുമായ ഖരനും മറ്റസംഖ്യം പ്രബലന്മാരായ രാക്ഷസന്മാരും താമസിച്ചു വരുന്നുണ്ടെന്നും ഒക്കെയാണ് ശൂർപ്പണഖ വിവരിച്ച ചരിത്രം. അവസാനം വിവാഹ പ്രാർത്ഥനയായി തന്നെ വിവാഹം ചെയ്ത് ഈ ദണ്ഡകാരണ്യത്തിൽ സുഖമായി താമസിക്കാമെന്ന് മാത്രമല്ല അങ്ങനെ ചെയ്യാതെ കഴിയില്ലെന്നുകൂടി പറഞ്ഞു. ശ്രീരാമൻ മന്ദഹാസത്തോടെ അതിന് മറുപടി പറഞ്ഞു. കാര്യം നല്ലത് തന്നെ. പക്ഷെ ഞാൻ ഗൃഹസ്ഥനാണ്. എനിക്കൊരു ഭാര്യയുണ്ട്. ഇനി ഒന്നുകൂടി വിവാഹം കഴിച്ചാൽ രണ്ടാൾക്കും സാപത്ന്യ ദുഃഖമായിരിക്കും ഫലം. അത് മഹാകഠിനമാണ്. അതുകൊണ്ട് ഞാൻ വേണ്ട. എൻ്റെ അനുജൻ ലക്ഷ്മണനുണ്ട്, പുറത്തു നിൽക്കുന്നു. ലക്ഷ്മണനെ വിവാഹം കഴിച്ചോളൂ, എന്നാൽ സുഖമായി കഴിഞ്ഞുകൂടാം. അത് കേൾക്കേണ്ട താമസം നേരെ ലക്ഷ്മണൻ്റെ അടുത്തേക്കോടി ഇതേ ആവലാതിയായി. ലക്ഷ്മണൻ ചില ഒഴിവ് കഴിവുകളൊക്കെ പറഞ്ഞു വീണ്ടും രാമസന്നിധിയിലേക്ക് തന്നെ അയച്ചു. അപ്പോൾ ശൂർപ്പണഖയ്ക്കും ആകപ്പാടെ ഇവർ തന്നെ കബളിപ്പിക്കുകയാണെന്ന് ബോധ്യം വന്നു. എന്നാൽ അവരെയും ഒന്ന് പറ്റിക്കണമെന്ന് തീർച്ചപ്പെടുത്തി. സുന്ദരി സ്വരൂപമൊക്കെ മാറ്റി സ്വതവേയുള്ള രാക്ഷസ വടിവായി ഉറക്കെ അട്ടഹസിച്ചുകൊണ്ട് സീതാദേവിയെ വിഴുങ്ങത്തക്ക നിലയിൽ പാഞ്ഞു ചെന്നു. അപ്പോൾ താമസമുണ്ടായില്ല. ലക്ഷ്മണൻ തൻ്റെ കരാളമായ വാളൂരി ശൂർപ്പണഖയുടെ മൂക്കും കർണങ്ങളും ഛേദിച്ചു. അതോടെ കഠിനമായ വേദനയാലും അവമാന ഭാരത്താലും ആർത്തിയായി ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ഖരൻ്റെ മുമ്പിൽ പോയി വീണ് പല ആവലാതികളും പറഞ്ഞു. വിരൂപിണിയും അവമാനിതയുമാക്കപ്പെട്ട് രക്തമൊഴുക്കി ആർത്തയായി നിലവിളിച്ചു വന്ന സോദരിയുടെ ദയനീയാവസ്ഥയെ കണ്ട ഖരൻ പെട്ടെന്ന് പരിഭ്രമിക്കുകയും പരിതപിക്കുകയും ചെയ്തു. ഏതായാലും സംഭവിച്ച സംഗതികളെ ഉള്ളതുപോലെ വിവരിച്ചു പറയാൻ ആവശ്യപ്പെട്ടു. എല്ലാം ഉള്ളതുപോലെ വിസ്തരിച്ച് പറയുകയും ചെയ്തു ശൂർപ്പണഖ. പക്ഷേ തൻ്റെ വിവാഹ പ്രാർത്ഥനയുടെ കാര്യം മാത്രം പറഞ്ഞില്ല. ബാക്കിയെല്ലാം വിസ്തരിച്ച് പറഞ്ഞു. ആ മനുഷ്യപ്പുഴുക്കളുടെ കഥ ഇപ്പോൾ തന്നെ കഴിച്ചു കളയാമെന്ന് പറഞ്ഞ് ഖരൻ ദൂഷണൻ, ത്രിശിരസ് എന്നീ 2 യോദ്ധാക്കന്മാരോടും 14,000 രാക്ഷസ സൈന്യത്തോടും കൂടി ഗോദാവരി തീരത്തേക്ക് രാമലക്ഷ്മണന്മാരോട് യുദ്ധത്തിന് പുറപ്പെട്ടു. പലതരം ആയുധങ്ങളോടുകൂടി ആർത്ത് വിളിച്ച് കടലിലെ തിരമാലകൾ എന്ന പോലെ തള്ളി കയറി വരുന്ന രാക്ഷസ സൈന്യത്തിൻ്റെ കോലാഹലം വളരെ ദൂരത്തു നിന്ന് കേൾക്കാൻ തുടങ്ങി. അപ്പോൾ ഭഗവാൻ ലക്ഷ്മണനോട് തൽക്കാലം സീതാദേവിയെ എവിടെയെങ്കിലും ഒരിടത്ത് മാറ്റി ഒളിപ്പിച്ച് കാത്തുകൊണ്ടിരിക്കാൻ പറഞ്ഞു.
വളരെയധികം രാക്ഷസന്മാരുമായി ഒരു വമ്പിച്ച മഹായുദ്ധം ഇപ്പോൾ നടക്കേണ്ടി വരും. സീതാദേവി അത് കണ്ട് ഭയപ്പെടാനിടവരണ്ട എന്നാണ് ആശയം. ലക്ഷ്മണൻ സീതാദേവിയെ കൂട്ടിക്കൊണ്ടുപോയി ഒരു ഗുഹയ്ക്കുള്ളിലിരുത്തി താൻ പുറമേ കാവൽ നിൽക്കുകയും ചെയ്തു. അധികം കഴിയുന്നതിന് മുമ്പ് രാക്ഷസ സൈന്യം ശൂർപ്പണഖ കാണിച്ചു കൊടുത്ത വഴിയിൽ കൂടെ മുന്നേറി വന്ന് അണിനിരന്ന് ശ്രീരാമചന്ദ്രനുമായി സംഘട്ടനം തുടങ്ങി. ദിവ്യാസ്ത്രങ്ങളെ വർഷിച്ചുകൊണ്ട് ആ വമ്പിച്ച രാക്ഷസപ്പടയെ ക്ഷണനേരം കൊണ്ട് ഭസ്മമാക്കി തീർക്കാൻ ഭഗവാന് കഴിഞ്ഞു. ഖരദൂഷണ തൃശിരസ്സുകളാകുന്ന നേതാക്കന്മാരടക്കം ആ രാക്ഷസ സൈന്യം മുഴുവൻ ക്ഷണനേരത്തിൽ ഭസ്മമായി തീർന്നതിനെ കണ്ട ശൂർപ്പണഖ നിരാശാഭരിതയായി ഇനി എന്ത് വേണ്ടു എന്നറിയാതെ നേരെ ലങ്കയിലേക്ക് ഓടി. ആസ്ഥാന മണ്ഡപത്തിലിരുന്ന് രാവണ ചക്രവർത്തി മന്ത്രിമുഖ്യന്മാരുമായി രാജ്യകാര്യങ്ങളെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് സഭാമധ്യത്തിൽ പോയി വീണു ശൂർപ്പണഖ. തൻ്റെ സഹോദരിയുടെ വികൃതമായ അവസ്ഥയും ദയനീയമായ ഭാവവും കണ്ട് പരിഭ്രാന്തനായ ചക്രവർത്തി സംഗതികളെ മുഴുവൻ വിസ്തരിച്ചു ചോദിച്ചു മനസ്സിലാക്കി. എല്ലാം വിസ്തരിച്ചു പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ശൂർപ്പണഖ. പക്ഷേ ഒരു കാര്യം കൂട്ടിപ്പറഞ്ഞു. അതായത് ത്രൈലോക്യസുന്ദരിയായ സീതയെ പിടിച്ചുകൊണ്ടുവന്ന് നിനക്ക് ഭാര്യയാക്കാമെന്ന് വിചാരിച്ചാണ് രാമസന്നിധിയിൽ പോയതെന്ന് പറഞ്ഞു. സീതയുടെ സൗന്ദര്യത്തെ കുറേയധികം വർണ്ണിക്കുകയും ചെയ്തു. എല്ലാം കേട്ട രാവണൻ ശൂർപ്പണഖയെ നല്ല വാക്കുകൾ പറഞ്ഞ് സമാധാനിപ്പിച്ചയച്ചു. രാജസഭ പിരിച്ചുവിട്ട് അപ്പോൾ തന്നെ അന്തഃപുരത്തിലേക്ക് പോയി പലതരത്തിൽ ആലോചിക്കാൻ തുടങ്ങി. കേവലം ഒരു മനുഷ്യമാത്രനായ രാമൻ എങ്ങനെ ഇത്രയധികം രാക്ഷസന്മാരെ ഒറ്റയ്ക്ക് കൊന്നു? ഒരുപക്ഷെ പരമപുരുഷനായ ഈശ്വരൻ തന്നെ എന്നെ കൊല്ലാൻ വേണ്ടി മനുഷ്യനായി അവതരിച്ചതായിരിക്കുമോ? ഇങ്ങനെ പലതായിരുന്നു രാവണൻ്റെ വിചാരധാര. അവസാനം ഈശ്വരനോ മനുഷ്യനോ രണ്ടായാലും രാമനോട് വിപരീത ഭാവത്തിൽ എതിർക്കുന്നതാണ് നല്ലതെന്നും പിറ്റേ ദിവസം മുതൽക്ക് തന്നെ പലതരത്തിൽ എതിർപ്പ് ആരംഭിക്കണമെന്നും തീർച്ചപ്പെടുത്തുകയും ചെയ്തു. എതിർക്കണമെന്ന് തീർച്ചപ്പെടുത്തിയതോടെ ഏതെല്ലാം രൂപത്തിലാണ് അത് പ്രകടമാക്കേണ്ടതെന്നായി പിന്നത്തെ ചിന്ത. ഏതായാലും എലി ചുമരിനെ എന്ന പോലെ ചില ചിന്ത മനസ്സിനെ പല പ്രകാരത്തിൽ കരണ്ടിരുന്നതിനാൽ പ്രഭാതം വരെയും ചക്രവർത്തിയിൽ നിദ്രാദേവി പ്രസാദിച്ചില്ല. എങ്കിലും പ്രഭാതമായപ്പോഴേക്ക് ചില തീർപ്പുകളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഉദയത്തിന് മുമ്പ് തന്നെ എഴുന്നേറ്റ് തൻ്റെ നിത്യകൃത്യങ്ങളൊക്കെ കഴിച്ച് രാവണ ചക്രവർത്തി ആരോടും ഒന്നും പറയാതെ ഏതോ ഒരു തീർപ്പിനെ ലക്ഷ്യമാക്കി സമുദ്രത്തിനക്കരയിലേക്ക് പോയി. രാക്ഷസവർഗത്തിൽ പ്രസിദ്ധനായ മാരീചൻ രാവണൻ്റെ അമ്മാവനാണ്. മൂപ്പരിപ്പോൾ ഒരു തപസ്വിയായി തീർന്നിരിക്കുകയാണ്. തൻ്റെ രാക്ഷസ ബുദ്ധിക്ക് അനുരൂപമായി കഴിവുള്ളിടത്തോളം ലോകോപദ്രവം ചെയ്തുകൊണ്ട് ജീവിച്ച പ്രസിദ്ധ വ്യക്തിയാണ് മാരീചൻ. സർവ്വജീവരാശികളുടെയും ക്ഷേമത്തെ മാത്രം മുൻനിർത്തി കഠിന തപോനുഷ്ഠാനങ്ങളിൽ മുഴുകിക്കഴിയുന്ന പരിശുദ്ധന്മാരായ തപസികൾക്ക് തന്നെ കൊണ്ടാവുന്നത്ര ഉപദ്രവങ്ങൾ ചെയ്യാൻ ഒട്ടും ആലസ്യം കാണിക്കാത്ത ആളുമായിരുന്നു മാരീചൻ. അങ്ങനെ കഴിഞ്ഞു വരുന്ന കാലത്താണ് വിശ്വാമിത്ര മഹർഷിയെയും അദ്ദേഹത്തിൻ്റെ ആശ്രമത്തെയും അവിടെ വെച്ച് വാവുതോറും നടത്തി വരുന്ന യജ്ഞത്തെയുമൊക്കെ പരിചയപ്പെടാൻ ഇടയായത്. അന്ന് മുതൽക്ക് തന്നെ തൻ്റെ ഉപദ്രവ ഭോക്താക്കളുടെ സംഘത്തിൽ വിശ്വാമിത്ര മഹർഷിയെയും ഒരംഗമാക്കി ചേർക്കുകയും ചെയ്തു മാരീചൻ. പല ദിക്കിലും പല പരിപാടികളും ഉള്ളതുകൊണ്ട് എല്ലാ ദിവസവും ആ സ്ഥലത്തും എത്തുന്നതിന് വിഷമം നേരിട്ടു. എങ്കിലും 15 ദിവസത്തിലൊരിക്കൽ, അതായത് പഞ്ചദശി യജ്ഞത്തിന് എന്തൊക്കെ തിരക്കിട്ട ജോലിയുണ്ടെങ്കിലും എല്ലാം നിർത്തിവെച്ച് വിശ്വാമിത്ര ആശ്രമത്തിലേക്ക് എത്തുകയെന്നത് മാരീചന് ഒരു വ്രതം പോലെയായിരുന്നു. കുണ്ടത്തിൽ അഗ്നി ജ്വലിക്കേണ്ട താമസം. രക്തം, മാംസം തുടങ്ങിയ മലിന വസ്തുക്കൾ വർഷിച്ച് അഗ്നിയെയും യജ്ഞത്തെയും ആശ്രമത്തെയും അശുദ്ധവും മലിനവുമാക്കി തീർക്കുകയെന്ന തൻ്റെ പരിപാടി ആരംഭിക്കും മാരീചൻ. വളരെ കാലം തന്നെ ഈ കൃത്യം മുടങ്ങാതെ കൊണ്ട് നടത്തിയ ആളാണ് മാരീചൻ. അങ്ങനെ അയാളുടെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ പൊറുതി മുട്ടിയാണ് വിശ്വാമിത്രൻ അയോധ്യയിലേക്ക് പുറപ്പെട്ടത്. യജ്ഞ സംരക്ഷണത്തിനായി അയോധ്യയിൽ നിന്ന് 2 വീര ക്ഷത്രിയ കുമാരന്മാർ ആശ്രമത്തിലെത്തിയിട്ടുണ്ട് എന്ന വർത്തമാനം മാരീചനൊരു തമാശയായിട്ടാണ് തോന്നിയത്. സുബാഹുവാകുന്ന കൂട്ടുകാരനോടും അനുയായികളോടും കൂടി തൻ്റെ പ്രവൃത്തി നിർവിഘ്നം ആരംഭിച്ചപ്പോഴാണ് ശ്രീരാമചന്ദ്രൻ്റെ ബാണം ആകാശത്തേക്ക് ഉയർന്നത്. അഗ്നിജ്വാലകളെ വമിക്കുന്ന ആ തീക്ഷ്ണ ബാണം സുബാഹുവിനെ ദഹിപ്പിച്ചു.
തനിക്ക് അഭിമുഖമായി പാഞ്ഞു വന്നപ്പോഴാണ് മാരീചൻ ജീവിതത്തിൽ ആദ്യമായി ഭയം എന്തെന്ന് അറിഞ്ഞത്. പ്രാണഭയം കൊണ്ട് ആർത്തനായി മിന്നൽ പിണരുപോലുള്ള ആ അഗ്നി ജ്വാലയിൽ നിന്ന് രക്ഷപ്പെടാൻ ബന്ധപ്പെട്ടോടി സമുദ്രത്തിൽ പോയി മുങ്ങി. അഗ്നിയുടെ നിത്യശത്രുവായ ജലത്തെ ആശ്രയിച്ചാൽ പിന്നെ അഗ്നിയെ ഭയപ്പെടേണ്ടതില്ലല്ലോ എന്ന് കരുതിയാണ് സമുദ്രത്തിൽ പോയി ചാടിയതെങ്കിലും അവിടെയും പൂർണ്ണമായ രക്ഷ കിട്ടിയില്ല. അഗ്നിക്കും അഗ്നിയും മൃത്യുവിനും മൃത്യുവുമായ രാമബാണത്തിൽ നിന്ന് എവിടെയും രക്ഷ കിട്ടാൻ പോകുന്നില്ലെന്നറിഞ്ഞ് ഭയപരവശനായി വാവിട്ടലറിക്കൊണ്ട് സമുദ്രത്തിനടിയിൽ പോയി കുറേ ദിവസങ്ങൾ തന്നെ ഒളിച്ച് കഴിച്ചുകൂട്ടി. സ്വപ്നത്തിൽ പോലും രാമബാണത്തെ കണ്ട് ഭയപ്പെട്ട് നിലവിളിക്കാൻ തുടങ്ങിയ മാരീചന് ഏത് സമയത്തും എവിടെയും നിർഭയമായ ജീവിതം ഇല്ലാതായി. അത്യന്ത ഭയാവിഷ്ടനായി വെളിയിലൊന്നും വരാതെ എവിടെയെങ്കിലും ഒളിഞ്ഞ് കഴിഞ്ഞുകൂടലായി ജീവിതം. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞതോടെ വേണ്ടത്ര പാകം വന്നു. എല്ലാ ദുർവൃത്തികളും അകന്ന് ഇനി മനസാ വാചാ കർമ്മണ ഒരു ജീവിയെയും ഉപദ്രവിക്കയില്ലെന്ന് തന്നെത്താൻ ശപഥവും ചെയ്ത് ഒരു തപസ്വിയായി മാറി മാരീചൻ. പ്രസ്തുത മാരീചൻ്റെ ആശ്രമത്തിലേക്കാണ് അന്ന് പ്രഭാതത്തിൽ രാവണ ചക്രവർത്തി എഴുന്നള്ളിയത്.